KKP പോയി കുത്തുപാറത്തിലിപ്പോ മടവൂരി പള്ളിയിലാ, സിദ്ദീഖും പോയി എന്നാ ഇന്ന് രാവിലെ കേട്ട അള്ളാഹു ആയാലും. അപ്പൊ പച്ചക്ക് അപ്പൊ ഓല ദൗത്യം നിർവഹിച്ചല്ലോ, ഓല ഡ്യൂട്ടി കഴിഞ്ഞു. സക്കരിയാസിലായി പുറത്തായി, ഇവിടെ തശ്വീശായി, ഇവിടെ ചണ്ടം തുണ്ടായി, ചക്കയും ചാറുമായി. ഇനി ഓർക്ക് പോകാലോ. ചാരന്മാരെ ഇറക്കി വിട്ടു. മടവൂരികൾ നമുക്കെതിരെ ഉപയോഗിച്ച ക്ലിപ്പുകൾ കൊണ്ട് KKPയും കൂട്ടരും സീഡി ഉണ്ടാക്കിയിട്ട് KNMന്റെ സംസ്ഥാന കൗൺസിലിൽ വരെ വിതരണം ചെയ്തു. പയ്യന്നൂരിലൊരു സംസ്ഥാന കൗൺസിലർ വന്നിട്ട് കോഴിക്കോട്ടെ നമ്മളൊരു പ്രവർത്തകനെ വിളിച്ചിട്ട് പറയുന്നത് സീഡിന്റെ വിതരണം ചെയ്യാൻ. അപ്പൊ സാധു വിചാരിച്ച് എന്തിനും കാര്യപ്പെട്ട സീഡി വെച്ച് വാങ്ങി വിതരണം. പിന്നെ നോക്കുമ്പോൾ അത് സീഡി മറ്റതാ. KNMന്റെ സംസ്ഥാന കൗൺസിൽ വിതരണം ചെയ്തു. ഇറങ്ങി പോകുന്നവർക്ക് പിന്നെ കോണിന്റെ അവിടുന്ന് കൊടുത്തു. നമ്മൾ പരാതി കൊടുത്തു ഇതിനെപ്പറ്റി. അനക്കല്ല, നമ്മൾ കൊടുത്ത പരാതിയൊക്കെ ചവച്ചു കൊട്ടിയിൽ. നമ്മൾക്കതിൽ ആരെങ്കിലും ഒരു പരാതി കൊടുത്തേ ഫോൺ ചെയ്താൽ മതി, ഉടനെ നടപടി. ഞാൻ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു 22-ാം തീയതി. ഞാന് ഗൾഫിൽ നിന്ന് വന്നിട്ട് 4-ാം ദിവസം ഏപ്പിന്റെ വീട്ടിൽ നേരിട്ട് പോയിട്ട് എനിക്ക് പറയാനുള്ളത് 6 പേജ് രേഖാമൂലം എഴുതി കൊടുത്തതാ. പക്ഷെ അത് കണ്ട ഭാവം പോലും നടിക്കാതെ എന്നെ 22-ാം തീയതി വീടിന് CD ടവറിലേക്ക് കൊടുത്തു. 5 മണിക്കൂറായിരുന്നു വിചാരണ. ശരിക്കും ഒരു ക്രോസിങ്. ആരാ എനിക്കത് ആരോപണം ഉന്നയിച്ച അബ്ദുറഹ്മാൻ സലഫി തന്നെ. അയാൾ എന്നെ ചോദ്യം ചെയ്യുന്നു. ആലോചിച്ചോക്കോ എന്റെ ഒരു ഗതികേട്. എനിക്കതിൽ ആരോപണം ഉന്നയിച്ച ആള് ഇടക്ക് നിർത്തിയപ്പോ ഞാൻ ചീഫിനോട് പറഞ്ഞു, സാർ ഇതെന്ത് ന്യായമാണ്? ഞാൻ നിങ്ങളടുത്ത് വീണ്ടും താഴ്മയോടെ വന്നത്, ഞാനിന്ന് മാറി നിന്നാൽ ഈ സംഘടനയിൽ ഒരുപാട് സജീവ പ്രവർത്തകർ മാറി നിൽക്കും. എന്നെ കൊണ്ട് സംഘടനക്ക് ഒരു ദോഷം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും താഴ്മയോടെ നിങ്ങളടുത്ത് വന്നത്. നിങ്ങളെപ്പോഴും വക്കീൽ സ്റ്റൈൽ ഇയാളെ കൊണ്ടുവന്നത് ഇനി എന്നെ ക്രോസ് ചെയ്യാനാണെങ്കിൽ എനിക്കിതിന് താല്പര്യമില്ല. കാരണം അത് നമ്മൾ അയാളെ നിയോഗിച്ചതാണ്. അപ്പോഴും അന്വേഷണ സമിതിയാന്ന് പറഞ്ഞില്ല. 5 മണിക്കൂർ അവന്റെ തൊട്ടടുത്ത് നൂർഷൊക്കെ ഇരിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ എത്ര ഇയാൾ ഉദ്ദേശിച്ച് കുറെ ചോദ്യങ്ങൾ എഴുതി കൊണ്ടുവന്നെങ്കിൽ എന്നെ കൊണ്ട് മറുപടി അറിയിക്കുക. അയാൾ ഉദ്ദേശിച്ച മറുപടി കിട്ടാത്തുമ്പോ പിന്നെ നോണ്ടി ഉണ്ടാകും. ഒരു ഘട്ടത്തിൽ നൂർഷൊക്കെ പറഞ്ഞു, സെലഫി ഒന്ന് വിടി അയാളെ. അത്ര സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അദ്ദേഹത്തിന് പോലും. അന്ന് ഞാൻ നൂർഷക്ക കഴിഞ്ഞ നടപടിയിൽ നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ, ജിന്നും തീരും ഒരു പുതിയ വിഷയമാണ്. അത് പഠിച്ചോലും പഠിക്കാത്തോലും പഠിക്കത്തോലും തമ്മിൽ തർക്കമൊക്കെ സാധാരണല്ലേ, അതിനുണ്ട് അകത്താക്കലും പുറത്താക്കലും. അതന്നെയല്ലേ നൂർഷക്ക അപ്പോഴും നടക്കണേ. എന്റെ സഹോദരൻ നൂർഷക്കാക്ക് അത് മനസ്സിൽ കൊണ്ടുവന്നതുകൊണ്ടായിരിക്കണം ചർച്ച കഴിഞ്ഞ് പോരുമ്പോ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിന്റെ അശ്രുപൊഴിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചർച്ച? വളരെ നന്നായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു നമ്മൾ യോജിച്ചു പോകണം, നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാകരുത്, ഐക്യം വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പൊ കുട്ടികൾ ആരോ മെസ്സേജ് അയച്ചു, പ്രശ്നം തീർന്നു, സക്കരിയ സലാഹിക്കുള്ള വിലക്ക് നീങ്ങി. ഉടനെ അബ്ദുറഹ്മാൻ സലഫി CD ടവറിൽ ചെന്നു, പ്രശ്നം തീർന്നിട്ടില്ല, മൊഴി എടുത്തിട്ടേ ഉള്ളൂ, എല്ലാ ശാഖകൾക്കും സർക്കുലർ. നോക്കണങ്ങള്, ഒരാൾ മെസ്സേജ് അയച്ചിന്. ഇവിടെ എത്ര മെസ്സേജ് ആരൊക്കെ അയച്ചിന്? എന്തെല്ലാം മെസ്സേജ് ഇവിടെ അയച്ചിന്? സർക്കുലർ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്നെ കഴിയുന്നത്ര അപമാനിക്കാൻ ശ്രമിക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. അതിന് തക്കം പാർത്തിരിക്കുകയാണ്. ഇത് നോക്കുങ്ങള്, എന്താണ് KKPയും കൂട്ടും ചെയ്തത്? പലർക്കും കൊണ്ടേ കൊടുത്തു. 40ഓളം പണ്ഡിതന്മാർക്ക് ഈ CD കൊണ്ടേ കൊടുത്തു. എങ്ങനെ ഇയാൾക്ക് 40ഓളം പണ്ഡിതന്മാരെ കാണാൻ പറ്റിയത്? അയാൾ പറയാണ്, നമ്മൾ ആദ്യം അബ്ദുറഹ്മാൻ സലഫിനായിട്ട് ബന്ധപ്പെട്ടു. സലഫി വിളിച്ചു വരുന്ന KKP വരുന്നുണ്ട്, ഗേറ്റിംഗെത്തും ഒന്നൊരു മിസ് കോൾ അടിക്കും. അപ്പൊ അയാൾ വിളിക്കും, അതിന് KKP ഉള്ളത് വാതിൽ. അങ്ങനെ 40 പണ്ഡിതന്മാർക്കും ഈ കട്ടുമുറിച്ച ക്ലിപ്പുകൾ. അതിലേതാ ക്ലിപ്പ് അറിയോ? അധികം കടവത്തൂരിൽ ഞാൻ പ്രസംഗിച്ച് 7 മണിക്കൂർ CD. മുജാഹിദ് കേരളത്തിൽ ആർക്കും അറിയാം ആ 7 CD എന്തുമാത്രം ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടുവരുന്ന CD ആണ്. അത് എന്റെ ഇത് പറയല്ലേ, ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖാണത്. ഒന്നുമില്ല, മടവൂരികൾ ഉണ്ടാക്കിയ പുകമറകൾ നീക്കിക്കൊണ്ട് നമ്മൾ അന്ധവിശ്വാസത്തിൽ പോയിട്ടില്ല, അഹിർസുന്നത്തിന്റെ മാർഗത്തിലാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗം പലരും വളരെ സന്തോഷത്തില് നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്നാണ് ഒരുപാട് ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. ആ കട്ടുമുറിച്ച ക്ലിപ്പ് കേട്ടു. എങ്ങനെ അറിയോ? ഏർവാടി പോയാൽ ശൈത്താൻ ഇറങ്ങിക്കൊടുക്കും, അപ്പൻ രോഗം മാറിയതായി തോന്നും. കട്ട്. അതിന്റെ അപ്പുറം എന്താ അറിയോ? ഇങ്ങനെയാണ് പിശാചി നമ്മളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കെട്ടിയത് കണ്ടോ? ആരിഫ് ശരീഫിന്റെ മുമ്പ് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചെന്ന ഡോക്ടർ പറയും, ഇത് ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ലട്ടോ, നിങ്ങൾ ആളെടുത്ത് കൊണ്ടുപോകണം. അവിടെ കട്ട് ചെയ്തു. അതിന്റെ ബാക്കി എന്താ അറിയോ? പക്ഷെ നമുക്ക് പോകാൻ പറ്റുമോന്നാ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ടുമുറിച്ച ക്ലിപ്പുകൾ ഉപയോഗിച്ച് ആ കട്ടുമുറിച്ച ക്ലിപ്പുകളുടെ CD 40ഓളം പണ്ഡിതന്മാരെ കാണിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നു. നടപടി ഉണ്ടോ? അന്വേഷണം ഉണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന എന്താന്ന് നിങ്ങള്? മഞ്ഞ പുസ്തകം. എന്നെ അന്ധവിശ്വാസിയായി ചിത്രീകരിക്കാൻ ക്ലിപ്പുകൾ കട്ടുമുറിക്കുകയല്ലാതെ രക്ഷയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ബുക്കിറക്കി.
എന്താ ബുക്ക് അറിയോ? അതുവരെ 2002 മുതൽ അബ്ദുസ്സലാം സുല്ലമി എഴുതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ചവറുകളും എടുത്തിട്ട് അതിന്റെ ഒരു തനി ആവർത്തനം. പക്ഷേ KKP ഒറ്റക്ക് അങ്ങനെ ബുക്ക് ചെയ്താൻ കഴിയൂല. അയാളെ ലേഖനം ഒരുപാട് ഇസ്ലാഹിലേക്ക് പരിശോധിച്ച ആളാ ഞാൻ. അയാളുടെ നിലവാരം എന്താ? വായക്കാട് പഠിച്ച അയാളുടെ നിലവാരം എന്താന്ന് എനിക്കറിയാം. എവിടുന്ന് കിട്ടിയ അറബി ഇബാറത്തുകളൊക്കെ മലപ്പുറം ജില്ലയിൽപ്പെട്ട പലരും സഹായിച്ചിട്ടുണ്ട്, അകമഴിച്ച് സഹായിച്ചിട്ടുണ്ട് ആ മഞ്ഞപ്പുസ്തകത്തിന്. അങ്ങനെയാ മഞ്ഞപ്പുസ്തകം ഇറങ്ങിയത്. മഞ്ഞപ്പുസ്തകം ഇറങ്ങിയത് മാത്രമല്ല, സാക്ഷാൽ മടവൂരിസമാണ് അതിലുള്ളത്. എന്നിട്ട് എന്താ ന്യായീകരണം എന്നറിയോ? MM മദനി ഞാനും സലഫി പറയാ, MM മദനി ഞാനും ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഫോണ് വന്നപ്പോ മദനോട് പറഞ്ഞതാ KKP ആയിരിക്കും, ജക്കരിയാനെ പറ്റി പരാതി ഞങ്ങളാണ് വായിക്കാളി. അപ്പൊ എങ്ങനെയാ അറിഞ്ഞത്? അതേ ഉണ്ടായിട്ടുള്ളൂ. മുമ്പിന് പറയണേ, മറ്റു പണ്ഡിതന്മാരെ ഞാൻ സഹായിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ജമിയത്തിൽ മേലിരിക്കുമ്പോ ഒരാൾ വന്നപ്പോ അത് KKP ആയിരിക്കും, ജക്കരിയാനെ പറ്റി പരാതി അറിയാനായിരിക്കും, നിങ്ങളിങ്ങോട്ട് വാങ്ങിക്കാളി. എന്താ ഇപ്പൊ മദനിന്റെ അവസ്ഥ? മദനെ ജാമ്യന്ന് പുറത്താക്കിയപ്പോഴൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങള് അതൊക്കെ പുറത്തു പറഞ്ഞാണ്ടല്ലോ. ഇപ്പൊ എന്താ അവസ്ഥ? മനുഷ്യന്മാർ ഇങ്ങനെ മാറാൻ പാടുണ്ടോ? പരലോകം എന്നത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലോ, എല്ലാവർക്കും അങ്ങോട്ട് ചെന്നെത്തണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരവസ്ഥയിലേക്ക് പോയില്ലേ? എന്നിട്ട് 2ാം പതിപ്പിറക്കി ഇരുവേറ്റിയുടെ അവതാരികയോട് കൂടി. ആരാ പുസ്തകത്തിന്റെ പ്രൂഫ് നോക്കിയത്? സാക്ഷാൽ മൻസൂർ അലി ചമ്മാടും ശംസുദ്ദീൻ പാലക്കോടും. എവിടെ വെച്ചാ വിൽപ്പന? മടവൂരികളെ കോഴിക്കോട് മീറ്റിംഗിൽ. ആരാ അവതാരിക? അദ്രഹ്മാൻ ഇരുവേറ്റി. എന്നിട്ട് ഇരുവേറ്റിക്ക് വല്ല ഷോക്കോസ് നോട്ടീസ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? അപ്പോഴൊന്നുമില്ല. ആ 2ാമത് മഞ്ഞ പുസ്തകമെന്ന് നമ്മൾ പറഞ്ഞല്ല, KJUവിന്റെ മീറ്റിംഗിൽ നിലമ്പൂരിൽ വെച്ച് പറഞ്ഞതാണ്. ഇത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ണൂർ ജില്ലാ ISM പ്രവർത്തകർ കണ്ടെത്തി. പുറത്തിറക്കരുത് എന്ന് KNM, ISM, MSM സംയുക്ത യോഗം കണ്ണൂർ ജില്ലയിൽ വെച്ച് ഇയാളോട് ആവശ്യപ്പെട്ടു. പക്ഷെ പിറ്റേന്ന് എന്താ ഉണ്ടായതറിയോ? മടവൂരികളെ കേന്ദ്രങ്ങളിലൊക്കെ ഫ്രീ വിതരണം. കണ്ണൂരിലെ പൂതപ്പാറ, തലശ്ശേരിയില്, അവിടെയൊക്കെ മടവൂരി പള്ളിയിലടുത്തൊക്കെ. പിന്നെ ആരാ കൊണ്ടെടുക്കണത്? പ്രൊഫസർ അബ്ദു സിദ്ദീഖ് തലശ്ശേരി, പയ്യന്നൂര് ടീം. ഇതിങ്ങനെ വിതരണം. കാസർഗോഡ് ഹാരിസ് ടീം ഇങ്ങനെ കൊണ്ടെടുക്കാണ്. ആരാ അബ്ദുറഹ്മാൻ സലഫിക്ക് കോപ്പി എത്തിച്ചത്? എന്റെ നാട്ടുകാരൻ, പേര് ഞാൻ പറയുന്നില്ല, അതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എത്തിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഹദീസ് നിഷേധ പുസ്തകം, ഈ ആദർശ വിരുദ്ധ പുസ്തകം, അത് ISM യൂണിറ്റ്, മേഖലാ, ജില്ലാ, സ്റ്റേറ്റ് കമ്മിറ്റികൾക്കൊക്കെ ആരും അറിയിക്കാതെ ഇയാൾ ഇറക്കി. പേരെന്താ? പുസ്തകത്തിന്റെ പുറത്തുള്ളവര് ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗം. യൂണിറ്റ് അറിയില്ല, മേഖല അറിയില്ല, ജില്ല അറിയില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അല്ല. അപ്പൊ ISMന്റെ പേരിലും ചാർത്താൻ വേണ്ടിയിട്ട് കണ്ടോ. എന്നിട്ട് ഈ പുസ്തകം കിട്ടിയിട്ട് എന്ത് ചെയ്തു? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ KNM സെക്രട്ടേറിയറ്റ് വിളിക്കുന്ന അബ്ദുറഹ്മാൻ സലഫി ഈ പുസ്തകം കിട്ടിയിട്ട് വിളിച്ചോ? പച്ചയായ ഹദീസ് നിഷേധല്ലേ ഇത്? എന്റെ മീറ്റിംഗ് വിളിക്കാഞ്ഞ്? ഞമ്മന്റെ ആളാണ്, ഞമ്മന്റെ ആളെ നമ്മൾ പണി ഏൽപ്പിച്ചതാ. നമ്മളിങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാ. ചാരന്മാരുമായി ബന്ധമുണ്ടാവുമല്ലോ. അവസാനം ISM ശാഖ മുതൽ സ്റ്റേറ്റ് വരെ ഇവൻ ഒഴിവാക്കി. തളിപ്പറമ്പ് ശാഖ ഒഴിവാക്കി, മണ്ഡലം ഒഴിവാക്കി, കണ്ണൂർ ജില്ല ഒഴിവാക്കി, സ്റ്റേറ്റും ഒഴിവാക്കി KKPന്. എന്നിട്ട് KNMന് കത്ത് കൊടുത്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ആകപ്പാടുണ്ടായത് 28/10/2010 നിലമ്പൂരിൽ നടന്ന KJU മീറ്റിംഗിൽ പ്രഖ്യാപിച്ചു, KKP മടവൂരി ചാരനാണ്, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാനിറങ്ങിയ ഗൂഢസംഘത്തിന്റെ ഭാഗമാണ് KKPയും സംഘവുമെന്ന് കേരള ജമിയത്തുലമയുടെ നിലമ്പൂര് മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു. ഇത്രയും കൂടി പറഞ്ഞു. അന്ന് നീല പുസ്തകമായിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണ്. പറഞ്ഞത് KJU മീറ്റിംഗിലാണ്. KJUവിന്റെ വക്താവ് തന്നെയാ പറഞ്ഞു. ഇപ്പോഴത്തെ വക്താവുണ്ടല്ലോ ഹനീഫ് കായക്കോടി, സംഘടനാ വേദിയിൽ പറഞ്ഞാൽ സംഘടനാ നിലപാടാകുന്ന അവർ പറഞ്ഞു. അങ്ങനെ സംഘടനാ നിലപാട് പ്രഖ്യാപിച്ചു. ആരാ KKP നരങ്ങളെ? ഉളിക്കൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതാ. കാരണം തബറുക്കിനെ നിഷേധിച്ചു. ബാദുഷാ ബാക്കവി വന്നിട്ട് തബറുക്കിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ ഇയാൾ ഖുതുബയിൽ മറുപടി, മടവൂരി സ്റ്റൈലിൽ മറുപടി, തബറുക്കില്ല എന്ന് പറഞ്ഞിട്ട്. സിഗർ നിഷേധം അപ്പോ ഒഴിവാക്കിയ ഉടനെ പ്രൊഫസർ അബ്ദു കൊല്ലത്ത് മെമ്പർ എടുത്തു. ചാരന്മാരെ എവിടുന്ന് ഒഴിവാക്കി? അപ്പൊ പ്രൊട്ടക്ഷൻ അല്ലേ? എങ്ങനെയാ പ്രൊഫസർ അബ്ദു സെക്രട്ടറി ആയത്? മടവൂരികൾ പണ്ടേ ചുളിവിൽ സെക്രട്ടറി. കാരണം യൂണിറ്റിൽ നിന്ന് മേഖല, ജില്ലയൊക്കെ തൊട്ടിട്ടാണല്ലോ സ്റ്റേറ്റിക്ക് എത്തുക. ഇത് നേരെ സ്റ്റേറ്റിക്ക. ആ ചുളിവിൽ സെക്രട്ടറി എന്ത് ചെയ്തു? ഇത് വിതരണം ചെയ്ത് പല ഇയാൾ KKP സംരക്ഷണം കൊടുത്തു. എന്ന് മാത്രല്ല, ഇവൻ ഗൂഢസംഘത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടും 6 മാസം ഇരിട്ടിയിൽ ഖത്തീബായി തുടങ്ങി. ഇരിട്ടി എന്ന കണ്ണൂർ ജില്ലയിൽ KJU നിലപാട് മനസ്സിലാക്കിയ പ്രവർത്തകന്മാര് പറഞ്ഞു, സിഹർ നിഷേധത്തിന്റെ പേരിലും തബറുക്ക് നിഷേധത്തിന്റെ പേരിലും ഉളിയിൽ നിന്ന് പുറത്താക്കിയ ആളെ ഞങ്ങൾക്ക് വേണ്ടാന്ന്.
കണ്ടോ? പക്ഷേ പയ്യന്നൂർക്കാരുടെ പ്രൊട്ടക്ഷനിൽ ഗുണ്ടാ സഹിതമാണ് വന്നിട്ട് മെമ്പറിലേക്ക്. അപ്പൊ പള്ളിയിൽ കച്ചറുണ്ടാക്കണ്ടാച്ചിട്ട് നമ്മളെ ഏൽപ്പിച്ച ആളുകൾ ഖത്തീബിനെ മാറ്റിയിട്ട് ഈ അവൻ അവിടെ പോസ്റ്റ് ചെയ്തു. അപ്പൊ KJവിനെ അനുകൂലിക്കുന്ന ആളുകൾ പിന്മാറിയിട്ട് KJവിനെ എതിർക്കുന്ന ആളുകൾക്ക് ആരതൊക്കെ ചെയ്തത്? ആരാ അവിടെ KJവിന്റെ തീരുമാനം ലംഘിച്ചത്? 6 മാസം ഇരുട്ടിയിൽ ഖുത്ബ പറഞ്ഞു KJവിന്റെ നിലപാടിനെതിരായി പരസ്യമായി പറയുന്ന ആള്. സിഗർ വലിക്കുന്ന KNM പറഞ്ഞാൽ KNMൽ ഞാനില്ല എന്ന് പറഞ്ഞൊന്നും KNMൽ ഉണ്ട് അവിടെ. അറിയങ്ങള് KNM എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഓൻ അവിടെ KNMൽ സസുഖം വാഴുകയാണ്. ഇത് ഞാൻ ചാരപ്പണിയുടെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. അവസാനം ഇരുത്തിന്ന് ഒഴിവായത് എന്താ അറിയോ? പിടിച്ചിറക്കും തോന്നിയപ്പോഴാ ഒഴിവായത്. ഇപ്പൊ മടവൂരി പള്ളിയിൽ സുഖമായിട്ട് കുത്തുബ നടത്തുന്നുണ്ട്. അപ്പൊ മടവൂരി ചാരൻ എന്ന് KJയു പറഞ്ഞ് സത്യാണെന്നിപ്പോ ബോധ്യായി എല്ലാവർക്കും. ഈ ചാരപ്പണിയാണ് യഥാർത്ഥത്തിൽ സംഘടനയെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിക്കൊടുത്തത്. ഈ KKPക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ആരൊക്കെ? ഒന്ന് ഡോക്ടർ മോമോഞ്ഞി, ഒന്ന് പ്രൊഫസർ അബ്ദു, അല്ലേ? അതുപോലെ തന്നെ സിദ്ദീഖ് തലശ്ശി. സിദ്ദീഖ് ഇപ്പോഴും മെമ്പറാ ഇടയിൽ പുതിയ യൂണിറ്റില്. ഹാരിസ് ചെറൂര് ശാഖയിൽ അവിടെയുള്ള കാസർഗോഡ് ടൗൺ പള്ളി ജില്ലാ കമ്മിറ്റിക്കാ സാധാരണ നടത്താൻ. ഇപ്പൊ എന്താ ഇപ്പൊ ജില്ലാ കമ്മിറ്റി ഇല്ല. കാരണം ഇവരെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടപ്പോ അപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി അബ്ദുറഹ്മാൻ സലഫി പോയി സ്പെഷ്യൽ കമ്മിറ്റി. അതിന് യൂണിറ്റിനും ശാഖക്കും ആർക്കും വേണ്ടാത്ത ഹാരിസ് ചെറൂരിനെ ലിസ്റ്റ് ചെയ്തിട്ട് വായിച്ചു. കണ്ടോ? അപ്പൊ ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ചാരപ്പണി നടത്തുന്നവരെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? ഇവരാണ്. എനിക്കെതിരിൽ പേര് വെച്ച് നോട്ടീസ് ഇറക്കാനായി ചെറുക്കാര്. ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ KJയുവിന്റെ പ്രവർത്തക സമിതി അംഗവും ഫത്വാ ബോർഡ് മെമ്പറുമായ എന്നെ കുറിച്ച് പേര് വെച്ചെഴുതി KNM സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കി. ഞാൻ കൊടുത്തു പരാതി, പരിഗണിച്ചില്ല, തിരിഞ്ഞു നോക്കില്ല. KJ യോഗത്തിൽ ഞാൻ കൊടുത്തു. അപ്പൊ അത് ഇങ്ങനെ ഒന്നുണ്ട്. അപ്പൊ അതാണ് നമ്മന്റെ ആളുകൾ ചെയ്ത എന്തും ചെയ്യാവർക്ക് യാതൊരു പ്രശ്നമല്ല. ഈ പുസ്തകം ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണോ അബ്ദുസ്സലാം സുല്ലമി എഴുതിയത് അതാണ് ആ പുസ്തകത്തിലുള്ളത്. യാതൊരു സംശയമല്ല. ഇപ്പൊ അവരൊക്കെ അകത്തും ഞാൻ ഇപ്പോഴും പുറത്തും. ആലോചിച്ച് ഈ ഒരവസ്ഥ എന്തുകൊണ്ടുണ്ടായി? കാരണം എന്താ, ഇതൊന്നും സലഫിക്ക് പ്രശ്നമല്ല. സലഫിക്ക് ഇതൊന്നും പ്രശ്നമല്ല. KKവിന്റെ ബുക്ക് വിറ്റാലും പ്രശ്നമല്ല, കള്ളസീഡി ഇറക്കിയാലും പ്രശ്നമല്ല. നിങ്ങൾ നോക്കി, ഇയാൾക്കെതിരെ ഒരു അന്വേഷണം ഇല്ലല്ലോ. ഇതുപോലെ എത്ര ആളുണ്ട്. തൃശ്ശൂരിലെ എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി മൗലവി നമ്മളെ ഈ സമ്മേളനത്തിന്റെ സ്വാഗതം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് സക്കരിയ എവിടുന്ന വരുന്നൊക്കെ ചോദിച്ചു. വളരെ സന്തോഷത്തിൽ ഞാൻ ഇസ്ലാഹിൽ നിന്റെ അഭിമുഖം വായിച്ചു. എന്നിട്ട് എന്തേ? ഞാൻ ഇപ്പൊ KJവിനോട് ചോദിക്കാൻ പോവുക, നിങ്ങൾ ആര്യേറ്റാ പ്രശ്നം ഉണ്ടായിന്ന്. കാരണം KJയുടെ ആളുകൾ ഞാനുമായി പ്രശ്നത്തിലാണെന്ന് പറഞ്ഞത് എന്റെ അഭിമുഖത്തോടെ ക്ലിയറായി. എനിക്കങ്ങനെ ഒരു വാദല്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ആളല്ല. ഞാൻ വന്ന് ഞാൻ മരിച്ച ആളല്ലല്ലോ. എന്റെ നിലപാട് ഞാനല്ല പറയേണ്ടത്. അനീഫി അനസും സലഫിയാണ് ഇപ്പൊ കുറെ മാസങ്ങളായിട്ട് എന്റെ നിലപാട് വിശദീകരിക്കുന്നത്. അത് ഞാനാ പറയേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ള ഇബ്രാഹിം കുട്ടി മൗലവി അത് ജിന്നുബാദ് അംഗീകരിക്കുന്നുണ്ടോ? ഒരു ബാക്കവി പുളിക്കല് ഈ ഒരു KJ വിശദീകരണത്തിൽ ആളുകൾ സീർ വലിക്കുന്നു വിശ്വസിക്കാത്ത, ജിന്നുബാദുണ്ടെന്ന് വിശ്വസിക്കാത്ത, നിങ്ങൾ എങ്ങനെ വിശദീകരണത്തിന് വരിക? അപ്പൊ അത്തരം ആളുകളൊക്കെ ഉള്ള ഒരു അവിയലാണ് യഥാർത്ഥത്തിൽ അപ്പുറത്ത്. അവർക്ക് ഇതിലൊന്നും വിശ്വാസമല്ല. സീർബാദിൽ വിശ്വാസമല്ല, ജിന്നുബാദിൽ വിശ്വാസമല്ല. പക്ഷേ KJയു നിലപാടുകൾ അംഗീകരിക്കാതെയും അവരൊക്കെ മുടിചൂടാ മന്നന്മാരായി വാഴുകയാണ്. യാതൊരു പ്രശ്നം അവർക്കില്ല. ഇപ്പൊ അടുത്ത് മിഞ്ഞാന്ന് വീണ്ടും ലേഖനം എഴുതിയല്ലോ. എന്താ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് സസ്പെൻഷൻ ഒന്നും നീട്ടാത്ത ഇരുപത്തിക്ക് തൊടാൻ കഴിയൂല. കാരണം ഇവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ പലരുടെയും അബ്ദുറഹ്മാൻ സലഫിക്കും ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ അത്തരം ആളുകളെ വേണം എന്നാണ്. യാതൊരു സംശയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സംഘടനയിലെ ഈ ചാരപ്പണി നിങ്ങൾ തിരിച്ചറിയണം. ഈ ചാരന്മാരാണ് സംഘടനയെ ഈ അവസ്ഥയിലെത്തിയത്. ഇത് ആദർശ രംഗത്തും നടന്നിട്ടുണ്ട് ഈ ചാരപ്പണി. ആ ചാരപ്പണിയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെക്കുറിച്ച് എതിരാളികൾക്കിടയിൽ സംശയങ്ങളുടെ പുകമറകൾ ഉണ്ടാക്കിയത്. വളരെ സുതാര്യമായി ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന തരത്തിൽ സുതാര്യമായിരുന്ന നമ്മുടെ ആദർശത്തെ, പ്രമാണബദ്ധമായ ആദർശത്തെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത് ഈ ചാരപ്പണികളാണ്. ആ ചാരപ്പണികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയും കോക്കസുമാണ്. ആ കോക്കസ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്ന് തുറന്നു പറയാനാണ് ഞങ്ങളവിടെ നീട്ടി കൂടിയിട്ടുള്ളത്. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതെല്ലാ ജില്ലയിലും പറയാൻ പോവാണ്. സംഘടനക്കാർ ആദർശത്തെ തൊടണ്ട. ഞങ്ങൾ സംഘടന സ്ഥാപനങ്ങളേറ്റ് പോയിക്കോ. ഞങ്ങൾ സംഘടനയും തൊടുന്നില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആദർശത്തിന്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകും. പണ്ടേ നമ്മൾ പറയുന്നൊരു വർത്താനുണ്ട്, സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് പഠിച്ചോൻ ചോദിക്കൂല. അത് വെറുതെ പറഞ്ഞല്ല, ഞങ്ങളൊക്കെ അത് ഉൾക്കൊണ്ട് പറഞ്ഞതാ.
പടച്ചൻ ചോദിക്കൂല. അപ്പൊ മെമ്പർഷിപ്പ് ഇല്ലാതെയും മുജാഹിദായി പ്രവർത്തിക്കാം, സലഫിയായി പ്രവർത്തിക്കാം, കൂട്ടായി തന്നെ പ്രവർത്തിക്കാം, സഹകരണത്തോടെ പ്രവർത്തിക്കാം എന്ന് മുജാഹിദ് കേരളം കാണിച്ചു കൊടുക്കാൻ പോവാണ്. ചില ആളുകളെ തോന്നിയാസത്തിന് വേണ്ടിയിട്ട് ഒരു നൂറ്റാണ്ട് നേടിയെടുത്ത ഈ മുഴുവൻ സൗകര്യങ്ങളും ഒരു കോക്കസ് ഹൈജാക്ക് ചെയ്തിട്ട് ആദർശ വിരോധികൾക്ക് തട്ടിക്കളിക്കാനുള്ളതാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദർശത്താക്കി കൊടുത്തിട്ട് അത് കണ്ടില്ലെന്ന് എത്ര കാലമായി നമ്മൾ സഹിക്കുന്നു. എത്ര കാലമായി പീഡനം തുടങ്ങിയിട്ടുന്ന നിങ്ങൾ? ഒരുപാട് കാലമായി തുടങ്ങി. നമ്മളൊരുപാട് സഹിച്ചു. 2009 പത്രത്തിൽ കൊടുത്തു. എന്നിട്ടോ പത്രത്തിൽ വന്നു, തേജസ്സിൽ വന്നു, ഇതാ സംഘടനാ വിരുദ്ധ പ്രവർത്തനം KNM പ്രവാസികർക്കെതിരെ നടപടി. 6/10/2009 തേജസ് കോഴിക്കോട്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ 2 പ്രമുഖ പ്രവാസികർക്കെതിരെ KNM സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തു. കേരള ജമിയത്തുൽ ഉലമാ പ്രവർത്തക സമിതി അംഗം KK സക്കരിയ സലാഹി, ISM സംസ്ഥാന കമ്മിറ്റി അംഗം മുജാഹിദ് ബാലുശ്ശേരി എന്നിവർക്കെതിരെയാണ് നടപടി. ഒരാഴ്ച മുമ്പ് ചേർന്ന യോഗമാണ് 2 മാസത്തെ പൊതുപരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം സംഘടനയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇവർ രണ്ടുപേരും ഗുരുതരമായ സംഘടനാ പ്രവർത്തനം നടത്തിയതായി നേതൃയോഗം വിലയിരുത്തി. ഇവരെ പരിപാടികൾക്ക് ക്ഷണിക്കരുതെന്ന് കീഴടങ്ങൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തേജസ് 2009 ഒക്ടോബർ 6. കണ്ടോ, ഇത് പത്രത്തിൽ വന്നു. അപ്പൊ നമ്മൾ വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെ പ്രശ്നമായി. അവസാനം വാർത്ത അടിസ്ഥാനരഹിതം. 7/10/2009 KNM കേരള നേതൃത്വ മുജാഹിദിന്റെ 2 പ്രഭാഷകരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചുവെന്ന തേജസ് വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയമദിനും ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയും അറിയിച്ചു. അതിന്റെ അടിയിൽ ലേഖകന്റെ വിശദീകരണം. കോഴിക്കോട് KNMന്റെ 2 പ്രഭാഷകർ 2 മാസം പൊതുപരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താനും പിന്നീട് നീക്കം ചെയ്യാനും തീരുമാനിച്ചെന്ന വാർത്ത വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതാണ്. ആരാ കള്ളങ്ങൾ പറയും. ഇത് ഞങ്ങളെ വഷളാക്കാന്നുള്ളതാണ്. അവർ പറഞ്ഞു ഇത് നിഷേധിച്ചോ. വിശ്വസനീയ കേന്ദ്രം മൊബൈൽ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ ആളെ ഞാൻ പറയുന്നില്ല. എന്നിട്ട് അന്ന് ഇതുപോലെ മഞ്ചേരിയിൽ എന്റെ പരിപാടി വെച്ചു. അപ്പൊ നൂർച്ചക്കാനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ സക്കരിയ സലാഹിക്കതിൽ ഗംഭീരമായിട്ട് നടത്തിക്കോളി. ഉസ്മാദിനോട് പറയാ, നിങ്ങൾ നല്ല മൈക്കെട്ട് ജില്ല മുഴുവൻ പ്രചരിപ്പിച്ചോളി. അന്നെന്റെ സംഘടനാനുസരണം ഒന്നും ഉണ്ടായിരുന്നില്ലേ? ടീപ്പിനോട് ചോദിച്ചു, ഇങ്ങനെ പരിപാടിയില്ല, നിങ്ങൾ യുക്തം പോലെ ചെയ്തോളി. മൂപ്പർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നടത്തിയൊരു തീരുമാനം അത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എത്ര കാലം ഇതൊക്കെ സഹിക്കും? എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ പേരിൽ പറഞ്ഞുണ്ടാക്കി. ഇങ്ങനെ സംഘടനയിലുള്ള പീഡനങ്ങള് ഒരുപാട് സഹിച്ചു. ആ ചാരപ്പണിയുടെ ഭാഗമാണ് യാ ഇബാദുല്ലാഹിനൂനി എന്ന ചർച്ച. എങ്ങനെ ഇത് ചർച്ച വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ വിചാരം നമ്മൾ പുതുതായിട്ട് ഈ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടതാണ്. വാസ്തവത്തിൽ ഇത് കുബൂരികൾ കൊണ്ടുവന്ന ചോദ്യമാണ്. കുബൂരികൾ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ നടത്തുന്ന വൈദികങ്ങളെയും മൊയ്തീൻ ശൈഖിനെയും വിളിച്ചുള്ള ഇസ്തിഗാസ അത് ശിർക്കല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ ദുർബല ഹദീസിനെ കൊണ്ടുവന്നു. ഞാൻ മറുപടി പ്രസംഗ രംഗത്തും സംവാദ രംഗത്തും ഉള്ളതുകൊണ്ട് എനിക്ക് മറുപടി പറയേണ്ടി വന്നു. വെറും തെസ്കിയത്തും പറഞ്ഞ് നടക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരില്ല. കാരണം അങ്ങനത്തെ ആളുകൾ ഈ ചോദ്യം നേരിടുന്നില്ല. അങ്ങനെ അവർ കൊണ്ടുവന്നപ്പോ നമ്മൾ മറുപടി പറഞ്ഞതാണ്. അല്ലാതെ യാ ഇബാദല്ലാ എന്ന് മരുഭൂമിയിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ചെറിയ മുണ്ട മറുപടി കൊടുത്തതല്ല. കണ്ടോ, ഇത് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി മർക്കദേവിന് യുവത പുറത്തിറക്കിയതാ. ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. 55ാമത്തെ ചോദ്യം തരം ഷബാബിന് വന്ന ചോദ്യോത്തരങ്ങൾ പുസ്തകാക്കിയതാ. മുഅ്മിനുകളായ സജ്ജനങ്ങളോട് സഹായം തേടാമോ? ചോദ്യം. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ യാ ഇബാദല്ലാഹ് എന്നതിന് മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകളുടെ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗമുണ്ടാകും. അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലയ്ക്ക് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും മിഥ്യയും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പൊ ഇത് ക്ലിപ്പായി വരും ചിലപ്പോ. ഞാൻ ചോദ്യം വായിച്ചതാ. സക്കരിയ സലാഹി ഇതാ പറയണമെന്ന് അജാദിയപ്പം നടന്നുകൊണ്ടിരിക്കണേ. ആ കേട്ടോളി, അത് ചെയ്യും. നിങ്ങളെ തൈന്തറ അല്ല തിരിച്ചു ജനങ്ങളടി കാണിച്ചു കൊടുക്കും. വിശുദ്ധ ഖുർആൻ മറുപടി ശങ്കരനെ പലരിനും എഴുതിയതാ. നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. 2 കൂട്ടർ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്ക് എഴുതിയതാ. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ കാര്യമാണ് അല്ലാഹു അല്ലാത്ത ആരോടും ദുആ അഥവാ പ്രാർത്ഥന ചെയ്യാൻ പാടില്ല എന്നത്.
ഇതിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഹദീസോ ഹദീസിന്റെ വ്യാഖ്യാനമോ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവെയും അവന്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ വചനത്തിന് താഴെ മാത്രമേ മറ്റേത് വചനത്തിനും ഒരു സത്യവിശ്വാസി സ്ഥാനം കൽപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാ ഖുർആൻ പറഞ്ഞുള്ള. അതിനെ എതിർക്കാൻ ഈ റിപ്പോർട്ടിന് ബലമില്ലാതെ ഒന്നാമത്തെ മഴ തീർന്നില്ല. ഇനി ചെറിയമുണ്ടം വിശദീകരിക്കാം. വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. ഈ പംക്തിയിൽ തന്നെ പലതവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദ്, അടിമകളെ എന്ന വിളി പല ഖുർആൻ വാക്യങ്ങളിലുമുണ്ട്. ഇത് അടിമകളോടുള്ള പ്രാർത്ഥനയാണെന്ന് കാര്യബോധമുള്ള ആരും പറയുകയില്ല. പ്രവാചകന്മാർ പല കാര്യങ്ങളിലും അനുചരന്മാരോട് സഹായ സഹകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥനയല്ല. നീ കേട്ടോളി, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഇത് സക്കരിയ സലാഹി പുതിയ ഉണ്ടാക്കിയെന്നാ. ഇത് ഞാൻ ഉണ്ടാക്കിയതാ തന്നെ. സംഘടന വളരുന്നതിന് മുമ്പ് ശബാബിൽ എഴുതിയതാ. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. മനുഷ്യ കഴിവെന്നാ മുമ്പൊക്കെ പറഞ്ഞത്. സൃഷ്ടികളെ കഴിവെന്ന് ഇപ്പൊ ജിന്നു വന്നപ്പോ ഇവരുണ്ടാക്കിയതാണ്. ഇതാരുണ്ടാക്കിയതാ? ഈ പ്രാർത്ഥന അല്ലാഹുവല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. ജിന്നുകൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി കേട്ടോളി, നല്ലോണം കേട്ടോളി, മടവൂരിയോളും കേട്ടോളിയും നവമടവൂരിയോളും കേട്ടോളിയും. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിനൊരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. ഇത് ചെറിയമുണ്ട് എഴുതിയതാ. അപ്പൊ വിജനമായ മരുഭൂമിയിൽ അവിടെ പ്രസന്റ് ആയിട്ടുള്ള ഹാലറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാള് പറയാണ്, നമ്മള് അൻസുമുസ്ലിയാർ പറയാണ്, അത് ഒരു മൂല്യേരിയത്തുണ്ടായില്. ഇവർക്കത് വേഗം തിരിയുമല്ലോ. മൂല്യേരിയത്തുണ്ടായില് ഹാലർ എന്നുള്ള വാക്ക് സലഫി പണ്ഡിതന്മാർ ഉപയോഗിച്ച വാക്കാത്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അവിടെ പ്രസന്റ് ആയിട്ടുള്ള, സന്നിഹിതരായിട്ടുള്ള, ഒച്ച കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നുകളോ മലക്കുകളോ അങ്ങനെയാണ് പ്രചാരണം. ഭൗതിക കാര്യം ചോദിക്കാൻ സക്കരിയാസലായി പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയില്ല. ഒരു കാര്യവും ഒരു സന്ദർഭത്തിലും ജിന്നിനോടോ മലക്കിനോടോ ചോദിക്കാൻ പാടില്ല എന്നാണ്. തനിച്ച് ഹറാമാണെന്നാണ്. ചോദിക്കപ്പെടുന്ന വിഷയം പടച്ചവനോട് മാത്രം ചോദിക്കേണ്ടതാണോ? ഹറാമിന് പുറമെ കുഫറും ചിർക്കുവാണത്. യാതൊരു സംശയമല്ല. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പച്ച നുണ പറഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ മനുഷ്യന്മാര്? കൊണ്ടുവരാൻ തെളിവ് കൊണ്ടുവന്നോ? അപ്പൊ എങ്ങനെയാണ് ഈ ആയിബാറുള്ള ചർച്ച വന്നത്? ഖുറാബികൾ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ കൊടുത്ത മറുപടിയാണത്. അല്ലാതെ നമ്മൾ ആരെങ്കിലും മരുഭൂമിയിൽ വെച്ചങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിച്ചതല്ല. ഇപ്പൊ ചില ആളുകൾ ചോദിക്കാണ്, അല്ല മൗലവി, ഞമ്മക്ക് എന്തിനാ ഇപ്പൊ യാ ഇബാദല്ലാന്ന് പറഞ്ഞു, യാ അല്ലാന്ന് പറഞ്ഞാ പോരേ, അതിന് ആരെ കൂട്ടരെ യാ ഇബാദല്ലാന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ വിചാരം എങ്ങനെയാണ്? നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്, ഹറാമാണ്. ഭൗതിക കാര്യമാണെങ്കിൽ പോലും അല്ല. എവിടെയോ ഉള്ള ജിന്ന് എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യാൻ കഴിയും എന്നോ, എവിടെയോ ഉള്ള മലക്ക് എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണോ? പച്ച ശിർക്കാണ്, യാതൊരു സംശയമല്ല. അത് എത്ര കാലമായി നമ്മൾ പറയുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോഴാണ് കുറെ ആള് പുറത്തിയാടിയത്. ഹനീഫാന്റെ ഭാഷയിൽ പറഞ്ഞ കൂറച്ചൊക്കെ വരഞ്ഞു എന്നാ. ജബ്ബാർ മൗലവി എഴുതിയപ്പോ ആരുമില്ല. ഒരു കൂറച്ചൊക്കെ വരഞ്ഞാല് ആദ്യം ഒരു കൂറിനെ കാണുള്ളൂ. ചോക്ക കൊണ്ട് വരഞ്ഞിട്ടാണ് നേരം കുറെ കൂറകൾ ചത്ത് മലച്ച് കിടക്കുന്നത് കാണാം. അതുപോലെ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് നമ്മളങ്ങ് പറഞ്ഞപ്പോ അതാ വരുന്നു കുറെ ആളുകൾ. വാസ്തവത്തിൽ നിങ്ങളാണ് ഇപ്പൊ കൂറച്ചോക്കയിൽ വീണിട്ടുള്ളത്, നമ്മൾ കൂറച്ചോക്കയിൽ വീണിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്ന് പറയണം. അത് പറയണമെന്ന് ഉണ്ടെങ്കിലല്ലേ ആളിറങ്ങേണ്ടതുള്ളൂ. എന്നിട്ട് എങ്ങനെ വായിക്കും? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. എടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്നാണ്
അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഇത് വായിച്ചിട്ട് കാസർഗോട്ട് നിന്നൊരാൾ ചോദ്യം ചോദിച്ചു, KNMന്റെ സെക്രട്ടറി ഹാരിസ് ചെറൂർ. അപ്പൊ ഞാൻ പറഞ്ഞു അതിലെവിടെ ശിർക്ക്, അതാണ് ഇപ്പൊ എനിക്കതിലുള്ള തെളിവ്. ഞാൻ ശിർക്കിലേക്ക് പോയി എന്നുള്ള തെളിവെന്താ? അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഈ ലേഖനം, അതിലെവിടെ ശിർക്ക് എന്ന് ഞാൻ ചോദിച്ചതാണ്. യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടപ്പോൾ പറഞ്ഞ ഹദീസ്. ഞമ്മക്കതിന് പറയാനുള്ള മറുപടി എന്താ? ഞാനിപ്പോ ജംഇയ്യത്തിന് കൊടുത്ത കത്ത് വായിച്ചിട്ടുണ്ടാകും. അതിന് ഒന്നാമത്തെ മറുപടി അത് ദഈഫാണ്, സഹീഹല്ല, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അത് വ്യക്തമായി ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാലും വിടൂല,